ഷാമു, അറിയില്ല ഈ പ്രളയത്തിൽ നിന്ന് നമുക്ക് എപ്പോൾ മോചനം ലഭിക്കുമെന്ന്. ദൈവകോപത്തിൽ നിന്ന് നമ്മളെ ആര് രക്ഷിക്കും? അല്ലല്ല, ഇത് ദൈവകോപമല്ല, ഇത് നമ്മുടെ അത്യാഗ്രഹത്തിന്റെ ദൂഷ്യഫലമാണ്. അത്യാഗ്രഹത്തിന്റെ ദൂഷ്യഫലമോ? അതെങ്ങനെ? നമ്മൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കാടുകൾ വെട്ടിയും നദികളെ വഴിതിരിച്ചു വിട്ടും വയലുകളും വീടുകളും നിർമ്മിച്ചു. ഇതുമൂലം വെള്ളത്തിന് ഒഴുകാനുള്ള സ്ഥലം കുറവാണ് ലഭിക്കുന്നത്. അതുമല്ല, ജലനിരപ്പ് ഉയരുന്നതിലൂടെ വെള്ളപ്പൊക്കത്തിന്റെ സാഹചര്യമുണ്ടാകുന്നു. നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ നദീതീരത്തോ കടൽ തീരത്തോ നിന്ന് കുറഞ്ഞത് 250 മീറ്റർ അകലെയായി വീടുകൾ നിർമ്മിക്കണം. പ്രളയ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും കൃത്യമായ ഡ്രെയിനേജ് ക്രമീകരണം നടത്തണം. പക്ഷേ നമ്മൾ വീട് എവിടെ നിർമ്മിക്കണം? നമ്മൾ വീട് അല്ലെങ്കിൽ ഗ്രാമം പ്രളയനിരപ്പിനേക്കാളും ഉയർന്ന സ്ഥലത്ത് നിർമ്മിക്കണം. വളരെ ദോഷകരമാണ് ഈ പ്രളയം. അതെ, പക്ഷേ പ്രളയം കൊണ്ട് ഗുണവുമുണ്ട്. പ്രളയബാധിത പ്രദേശങ്ങളിൽ പ്രളയജലം അതിനോടൊപ്പം ഇളകിയ മണ്ണ് കൂടെ കൊണ്ടുവരുന്നു. വെള്ളപ്പൊക്കം കുറയുമ്പോൾ ഈ മണ്ണ് വിശാലമായ പ്രദേശത്ത് വ്യാപിക്കുന്നു. ഈ മണ്ണ് വളരെ ഫലഭൂയിഷ്ടമാണ് രാമു. നദീതീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നല്ല വിളവുണ്ടാകുന്നു. ഷാമു, പക്ഷെ പ്രളയം കാരണം ജലനിരപ്പ് ഉയരുന്നുണ്ടല്ലോ. ശരിയാണ് നീ പറഞ്ഞത് രാമു. എന്നാൽ പ്രളയം കൊണ്ട് ദോഷമുണ്ടെങ്കിൽ ഒപ്പം ഗുണവുമുണ്ട്. ഷാമു, നമുക്ക് ശരിയായ നടപടിയെടുത്ത് പ്രളയത്തിന്റെ പ്രകോപനം ഒഴിവാക്കാൻ സാധിക്കും. തീർച്ചയായും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഈ വിവരം എല്ലാവരിലേക്കും എത്തിക്കുമെന്നും ഒരുമിച്ച് ഈ നടപടികൾ നടപ്പിലാക്കുമെന്നും. അതാണ് വേണ്ടത്.